ഹലോ, നമ്മളിന്ന് കാണാൻ പോണത് തമിഴ്നാട് സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയായ ചിക്കൻ ചിന്താമണിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്യണത്. വ്യത്യസ്തതയുള്ളൊരു ടേസ്റ്റുള്ള ഒരു സെമി ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷാണ്. 3/4 കിലോ എല്ലോട് കൂടിയ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മളിത് മുറിക്കേണ്ടത്. കാരണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യണത്. പിന്നെ ഇത് ഡയറക്റ്റ്ലി നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പക്ഷേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടാണ് ഇത് ആഡ് ചെയ്യണത്. ഒരു 20 വറ്റൽമുളക് എടുത്തിട്ട് ഓരോന്നും 2-3 പീസുകളാക്കി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുക്കുമ്പോൾ അതിൻ്റെ അരി സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിതിൻ്റെ തൊണ്ട് മാത്രമായിട്ട് എടുക്കാം. നല്ലെണ്ണയാണ് കേട്ടോ ഇതിൻ്റെ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഏകദേശം 1 ടീസ്പൂണോളം പെരിഞ്ജീരകം അതിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു 1-1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് അത് ക്രഷ് ചെയ്തത് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഉണക്കമുളക് അതും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ചുവന്നുള്ളി ഒരു 200 ഗ്രാം ചുവന്നുള്ളി മുഴുവനോടെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് സോഫ്റ്റ് ആവണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്ത ചുവന്നുള്ളി, വറ്റൽമുളക്, വഴറ്റാനായിട്ട് ഉപയോഗിച്ച നല്ലെണ്ണ ഇതൊക്കെ തന്നെയാണ് ഈ ഡിഷിന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. നമുക്കിനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ച ആ ചിക്കൻ പീസസും കൂടി ചേർക്കാം. ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കുകയാണ്. നമ്മളിനി യാതൊരു തരത്തിലുള്ള സ്പൈസസും ഇതിലേക്ക് ആഡ് ചെയ്യണില്ല. ഇത് കുക്കാവാനുള്ള വെള്ളം ആ ചുവന്നുള്ളിയിൽ നിന്നും ചിക്കനിൽ നിന്നും തന്നെ ഇറങ്ങിക്കോളും. എന്നാലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കാം. ആ ഫ്രഷ് ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഏകദേശം ലാസ്റ്റിൽ ചേർത്തത്. നമ്മുടെ ഡിഷ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇതൊരു ചെറിയ ചൂടോടുകൂടെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമുക്ക് ഏതൊരു നാടൻ ഡിഷിൻ്റെ കൂടെയും സൈഡായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളെങ്കിലും യാതൊരു തരത്തിലുള്ള രുചി വ്യത്യാസമൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ ചിന്താമണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.